ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ സൂപ്പർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്താണ്? ജേർണലിംഗ് തന്നെ. കാരണം ഈ ജേർണലിംഗ് ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ജേർണൽ കിറ്റോ അല്ലെങ്കിൽ ഒട്ടും സ്റ്റിക്കേഴ്സും ഒന്നും തന്നെ ഇല്ലാതെ നമ്മൾ ജേർണലിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്കാണ് കേട്ടോ ഈ വീഡിയോ. കാരണം ഇതിൽ ഈ ജേർണലിങ്ങിൽ സ്റ്റിക്കറോ ഒരു കിറ്റ് ഐറ്റംസോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ആദ്യം മുതൽ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ജേർണലിംഗ് ഐഡിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നമ്മുടെ ഗൂഗിൾ അല്ലെങ്കിൽ പിൻട്രസ്റ്റിലോ നമുക്ക് ജേർണലിംഗ് ഐഡിയ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ജേർണലിംഗ് ഐഡിയാസ് വരും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തൊരു വിൻറ്റേജ് തീം വരുന്നൊരു ജേർണലാണ് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടു കാണും, ആദ്യം കൊടുത്ത ആ ഒരു തീമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അതുമാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അറ്റത്തൊക്കെ വരുന്ന കുറച്ച് ബ്രൗൺ ഷീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്നും പാറ്റേൺ പേപ്പേഴ്സാണ് ആക്ച്വലി അതൊന്നും നമുക്കില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെയൊക്കെ ബാക്കി അവിടെ ഇവിടെയൊക്കെ കിടന്ന് എന്ത് ചെയ്യാം, അതൊന്ന് എടുത്ത് നമുക്ക് ആ ഒരു ഷേപ്പിൽ വരുന്ന പോലെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ബോർഡർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഷീറ്റ് റെഡിയായി. നമുക്ക് പാറ്റേൺ പേപ്പേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് അങ്ങനെയുള്ള കാർഡ്ബോർഡൊക്കെ യൂസ് ചെയ്തതിന് ശേഷം അതൊന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ആ ഷേപ്പിലൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അവിടെ മാത്രമാണ് ഒരു കാര്യം. പിന്നെ ഞാൻ എഴുതിയത് ഒരു കോട്ട് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതും ഒരു പാറ്റേൺ പേപ്പറിൻ്റെ ഒരു ചെറിയൊരു പീസായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനും നമ്മുടെ കാർഡ്ബോർഡ് തന്നെ ആശ്രയം. അപ്പോൾ അതൊന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്യല്ല കേട്ടോ, കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കുക. അപ്പോഴേ ആ ഒരു കറക്റ്റ് ഒരു നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ള ഷേപ്പല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഷേപ്പാണ് നമുക്ക് വേണ്ടത് അല്ലേ, കീറിച്ചെടുത്ത പോലെ. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു സൺഫ്ലവറിൻ്റെ ഒരു സ്റ്റിക്കർ അവർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോർമൽ എന്തെങ്കിലും ഒരു ഫ്ലവർ വരച്ചെടുക്കാം. അപ്പം എനിക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു ഫ്ലവറാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളും വരച്ചെടുക്കുക. അതിലിനി കളേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മുടെ വിൻറ്റേജ് ആണ് നമ്മുടെ തീം. അപ്പോൾ അതിനോട്ട് മാച്ച് ചെയ്യുന്ന പോലെ കളേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഒരുപാട് കളേഴ്സ് വന്നു കഴിഞ്ഞാൽ അത്ര ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും അതും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇനി എന്ത് ചെയ്യുക, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം അറ്റത്തൊരു വൈറ്റ് കളർ സ്പേസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് വൈറ്റ് സ്പേസ് വിട്ടു നോക്കി. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫുള്ള് വൈറ്റ് സ്പേസ് ഒന്നും ഇല്ലാതെ തന്നെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി അടുത്ത 2 സ്റ്റിക്കേഴ്സ് അതിൽ കണ്ടിരുന്നത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള 2 കേട്ടോ. അപ്പം നമ്മളതും ജസ്റ്റ് വരച്ച് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് വരച്ച് നമ്മൾ സ്കെച്ച് പെന്നൊക്കെ വെച്ച് അത്യാവശ്യം കുറച്ചൊന്ന് വൃത്തിയാക്കുക, കുറച്ച് കളറൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് നമ്മൾ അലങ്കോലപ്പണികളൊന്നും നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ ഭംഗി കൂടിയാലോ, അതാണ് പ്രശ്നം. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പെയിൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കെച്ച് പെൻസൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കളേഴ്സ് ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെഫറൻസിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അല്ല ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ 2 സ്റ്റിക്കർ വരച്ചെടുക്കണം. ഇതിൽ മേലെ നമ്മൾ സെല്ലോ ടേപ്പോ ഒന്നും ഒട്ടിക്കുന്നില്ല, നമ്മളൊരു സ്റ്റിക്കർ പോലെ ആക്കുന്നത് പോലുമില്ല. ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒട്ടിക്കാൻ ഒരു സ്റ്റിക്കർ വേണം. അപ്പം അതിന് വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ആ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നു, ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്യുന്നു, ഒട്ടിക്കുന്നു. ദാറ്റ്സ് ഓൾ. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം അതൊരുപാട് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ നിങ്ങൾക്കാണെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് റൈറ്റിങ്സ് ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റൈറ്റിങ്സൊക്കെ നോർമൽ വൈറ്റ് ഷീറ്റിലല്ലായിരുന്നു. അതൊരു വിൻറ്റേജ് കളർ അല്ലെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നൊരു
പേപ്പറിലായിരുന്നു ആ റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ആ പേപ്പറൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ A4 ഷീറ്റാണ് ശരണം, A4 ഷീറ്റ് എടുത്തിട്ട് അതിലൊന്ന് എന്ത് ചെയ്ത് കളറ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ പേസ്റ്റൽ ബ്രഷ് പെൻസിലാണ് ഈ ഷെയ്ഡ് വരുന്നത്. ഈ ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് കളർ ചെയ്ത് വരുന്നത്. അപ്പോൾ കളർ ചെയ്തപ്പോഴാണ് ജസ്റ്റ് ആ എൻഡിലൊന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ വിൻറ്റേജ് ടച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് കംപ്ലീറ്റ്ലി അങ്ങനെ ഒന്ന് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇഷ്ടമുള്ള വേർഡ്സും സെൻറ്റൻസൊക്കെ എഴുതാട്ടോ. സെൻറ്റൻസ് ഒന്നും വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി കൊടുക്കുക. ജസ്റ്റ് ഒരു റൈറ്റിംഗ് എന്നുള്ള നിലയിലാണ്. അപ്പം എല്ലാവരും ഒന്ന് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മളുടെ ഒരു കട്ടിങ് പോലെ വരുന്നൊരു ഷീറ്റ് റെഡി ആയിട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആയി. നമ്മുടെ റെഫറൻസ് പേജിൽ കണ്ട എല്ലാം ആയിട്ടോ. അതായത് ബോർഡറിൽ വരുന്ന 2 കാർഡ്ബോർഡ് പീസസ് ഓഫ് പേപ്പേഴ്സും, പിന്നെന്താ ഒരു പാറ്റേൺ പേപ്പർ, പിന്നെ 2 സ്റ്റിക്കേഴ്സ്, പിന്നെ ഒരു ഡെയ്സി ഫ്ലവറിൻ്റെ ഒരു സ്റ്റിക്കർ, പിന്നെ അതുപോലെ തന്നെ ഈ റൈറ്റിങ്സ് എഴുതിയ ഒരു വിൻറ്റേജ് സ്റ്റിക്കർ പോലെ, സ്റ്റിക്കറല്ല ഒരു ഷീറ്റ് പോലെ വരുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക, നമ്മൾ ആ റെഫറൻസിൽ കണ്ട പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നമുക്ക് ഇഷ്ടമുള്ള ക്രാഫ്റ്റുകളൊക്കെ ഒരുമിച്ച് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ വ്യൂസും തോട്ട്സൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം നോക്കി നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്, അതൊക്കെ വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ടൈമും കൂടെ ഒന്ന് ചെയ്യുക, പ്രൊഡക്റ്റീവാക്കി മാറ്റുക കേട്ടോ. ഞാൻ ഇപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളുടെ ഒരു ലെഷർ ടൈം എന്നുള്ളത് അത് നമുക്കൊരിക്കലും നമ്മൾ അത് കടന്നു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് പോയി കഴിഞ്ഞ് ആ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് അയ്യോ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു റിഗ്രറ്റ് പോലെ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ ലെഷർ ടൈം എങ്ങനെ വേണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഭയങ്കര സൂപ്പറായിട്ടോ. കാരണം നമ്മളത് ചെയ്ത് കഴിയുന്ന സമയത്ത് കിട്ടുന്നൊരു ഫീലിംഗ് ഇറ്റ്സ് വെരി ഗുഡ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യാം, എല്ലാ ടൈമും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മുടെ കുറച്ച് ടൈമൊക്കെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പം എല്ലാവരും അങ്ങനെ പഠിക്കാനും അതേപോലെ നമ്മൾ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തു എന്നൊന്നും നമുക്ക് ഒരിക്കലും തോന്നില്ല. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കൃത്യമായി പഠിക്കുക. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന സമയത്ത് തന്നെ അത് വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക, എൻജോയ് ചെയ്ത് ലൈഫൊക്കെ സൂപ്പറാക്കി പോവാം. സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്ത് മറ്റുള്ളവരെയൊന്നും വിഷമിപ്പിക്കാതെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളുടെ ലൈഫ് സോ ഹാപ്പി ആയിരിക്കും. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും, അതൊക്കെ നമ്മൾ നേടിയെടുക്കുക. പിന്നെ നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാകുന്നത് തന്നെ ഭയങ്കര നല്ലതാട്ടോ. കാരണം നമ്മൾ ഒരുപാട് ഡ്രീംസ് ഉണ്ടാകുമ്പോഴാണ് അതൊക്കെ അച്ചീവ് ചെയ്യാനുള്ളൊരു മൈൻഡ് തന്നെ നമുക്ക് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ഡ്രീംസൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഹാപ്പി ആയിരിക്കും കേട്ടോ. അതായിരിക്കും എന്നും നിലനിൽക്കുന്ന ഒരു ഹാപ്പിനെസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്കൊരു ആഗ്രഹം ഉണ്ടാവുക, അതിന് പുറകെ ഒന്ന് ഓടാൻ ശ്രമിക്കുക, അതിന് പുറകെ നല്ലോണം ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, പിന്നെ അതൊന്ന് അച്ചീവ് ചെയ്ത് കാണുക. അപ്പം നമുക്കും നമ്മുടെ പാരൻസിനാണെങ്കിലും ഒരുപാട് സന്തോഷം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഡ്രീംസ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ എല്ലാവരും ഇങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോവുക. അപ്പോൾ ഈ ജേർണലിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വ്യൂസ് എല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ. അതുപോലെ തന്നെ ഇനിയുള്ള ക്രാഫ്റ്റുകൾ എന്തൊക്കെ ഈസി ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ വേണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ലവ് യു ആൾ.
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.